ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പപാളി കേസിലും കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഇതോടെ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ആറാമത്തെയാളാണ് തന്ത്രി. തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ഈ ഘട്ടത്തിൽ തെളിവുകളില്ല എന്നതാണ് കോടതിയുടെ നിരീക്ഷണം. ഏറെ വിവാദമുണ്ടാക്കിയ തന്ത്രിയുടെ അറസ്റ്റിൽ സർക്കാരിനെയും SITയെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിധിയാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടായത്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിന് പിറകെ ഇന്ന് തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൂടി തെളിവുകളുടെ അഭാവത്തിൽ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം നൽകി. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിലുമാണ് തന്ത്രിക്ക് ഒറ്റ ദിവസം ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനാകാനുള്ള വഴി തുറന്നത്. പ്രഥമദൃഷ്ട്യാ തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ഈ ഘട്ടത്തിൽ തെളിവുകളില്ലെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. തന്ത്രിക്ക് താന്ത്രിക അധികാരങ്ങൾ മാത്രമാണുള്ളതെന്ന വാദം കോടതി അംഗീകരിച്ചു. തന്ത്രിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചാണ് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. എല്ലാ ചൊവ്വയും ശനിയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നും പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്നും സംസ്ഥാനം വിട്ടുപോകരുത് എന്നതും അടക്കമുള്ള ഉപാധികളാണുള്ളത്. അതേസമയം അറസ്റ്റിലായി 90 ദിവസമായതോടെ കട്ടിളപ്പാളി കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ സ്വാഭാവിക ജാമ്യത്തിന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.